ഞങ്ങൾ ആരംഭിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചാൽ കര, കടൽ, കായൽ ഇതെല്ലാം ഒത്തുണിക്കൊണ്ടുള്ള ഒരു കലക്കൻ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കസിൻസ് ടീമിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു സ്റ്റേക്കേഷൻ ഒപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ നമുക്ക് കിട്ടിയ സ്ഥലം പൂമലയിലുള്ള ഒരു റിസോർട്ടാണ്. നമ്മൾ ഗേൾസ് മാത്രമായിട്ട് ഒരു ട്രിപ്പ് പോകുക എന്നുള്ളത് പാരൻസിനെ കൊണ്ട് സമ്മതിപ്പിക്കുക വലിയൊരു ടാസ്ക്കായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. പക്ഷെ എങ്ങനെയൊക്കെ ഒപ്പിച്ചു. പിന്നെ 2 കടുക് പണീസ് നമ്മുടെ കൂടെ ഉള്ള കാരണം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഒരു 3 മണിക്ക് അവിടെ ചെന്നതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ പുള്ളോട്ടായിരുന്നു നേരെ ഇറങ്ങിയത്. പിന്നെ പാട്ടൊക്കെ വെച്ച് നല്ല ചിൽ മൂഡിൽ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ തന്നെ നമുക്ക് കോഫി ഉണ്ടാക്കാനും എല്ലാത്തിനുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് കോഫിയൊക്കെ ഉണ്ടാക്കി അവിടെ ഇരുന്ന് ഈവനിങ് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. രാത്രിയിൽ അവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല, നല്ല ഭംഗിയായിരുന്നു. ഈ നൈറ്റാണ് ചെയ്യുന്നത് നമ്മൾ ഒരു സർപ്രൈസും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിപ്പി എന്താ പ്ലാൻ? ദേവുവിൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് മുറിക്കാം. ഗൈസ് റെഡി? 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ഈ അന്തം വിട്ട് കുന്തം കഴിഞ്ഞപ്പോൾ നിൽക്കുന്ന നമ്മുടെ ദേവുട്ടനാണ് പിറന്നാൾ കുട്ടി. ആള് ഞങ്ങളുടെ കൂടെ ഇന്ന് കൈയൊക്കെ കൊട്ടി. പിന്നെ അവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡായി. ദേവുട്ടൻ്റെ പേര് പറഞ്ഞപ്പോൾ ടോട്ടൽ സർപ്രൈസ്ഡ്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ദേവുട്ടനും ഹാപ്പി. പിന്നെ പാതിരാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസിൻസ് എല്ലാവരും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ ആയിട്ടുണ്ട്. യെസ്, ഈ ഹൊറർ മൂവീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. ദേ ഇരിക്കണ മുതൽ ഒരു ഹോസ്റ്റലിൽ പോയതാണ്. അപ്പോൾ അവിടെ എന്തായാലും കഥകളുണ്ടാവുമല്ലോ. പിന്നീട് അങ്ങോട്ട് ആദ്യാക്ഷരി ആയിരുന്നു. നിങ്ങൾ കളിക്കാറുണ്ടോ ഈ ആദ്യാക്ഷരി? ഒരു ലെറ്റർ പറഞ്ഞ് ആ ലെറ്ററിൽ തന്നെ എല്ലാവരും പാട്ട് പാടുന്നത്. അതിൻ്റെ കുറച്ച് ശകലങ്ങൾ ഞാനിവിടെ ആഡ് ചെയ്യാം. മോർണിംഗ് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെച്ചെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം. സോ നമ്മളത് ഉണ്ടാക്കാനുള്ള പണിപ്പുരയിലാണ്. എല്ലാവരും കൂടി അറഞ്ചും പുറഞ്ചും വെട്ടിക്കൊണ്ടിരിക്കുന്നത് സവോളയാണ്. എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് കാണാം. അങ്ങനെ കുക്കിങ്ങിലുള്ള ഞങ്ങളുടെ സകലമാന കഴിവുകൾ ഞങ്ങൾ പുറത്തെടുത്തു. തലേ ദിവസം ഉണ്ടാക്കിയ ചിക്കൻ കറി, അതുപോലെ ഓംലെറ്റ്, പിന്നെ നമ്മൾ കുറച്ച് കൊത്തു പൊറോട്ട, അങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്തു. കുറച്ച് മാഗി ഉണ്ടാക്കി. അങ്ങനെ മോർണിംഗ് ഞങ്ങൾ നല്ല ഉഷാറാക്കി. മോർണിംഗിലുള്ള ഇവിടുത്തെ വ്യൂ ആണ് കേട്ടോ അത്. ആ ലേക്കിൻ്റെ തൊട്ട് തന്നെ ആയിട്ടാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. പിന്നെ എല്ലാവരും കൂടെ കുക്ക് ചെയ്ത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതൊരു രസം തന്നെ. അങ്ങനെ ഫുഡ് കഴിച്ച സ്ഥലമൊക്കെ വൃത്തിയാക്കി വന്നപ്പോഴേക്കും നമുക്ക് പോകാനുള്ള സമയമായി. സംഭവം കുറച്ച് നേരമുള്ളൂ വെച്ചെങ്കിലും ഞങ്ങളെല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്ത ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണിത്. ചെറുപ്പത്തിൽ ഞങ്ങൾ വെക്കേഷൻ ആവാൻ വെയിറ്റ് ചെയ്തിരിക്കും എല്ലാവരും കൂടി കൂടാനായിട്ട്. ഒരു ഉത്സവം പോലെയായിരുന്നു അന്ന്. അത്രത്തോളം സന്തോഷത്തിന് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വേണം. അപ്പം ശരി.